ചെറിയൊരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളെ വിളിച്ച് വരുത്തിയത്. ഞാനാണ് വിളിച്ച ഫോണിൽ. ഇപ്പോൾ ഒരു വലിയ മോനുണ്ട്, അതിലോട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇവൻ സ്ഥിരം ഇവിടെ വരക്കാം. ഞങ്ങൾക്ക് മാരേജ് കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. നാണക്കേടെന്ന് പറഞ്ഞാൽ ഈ നാട്ടി ഇറങ്ങി നടക്കാൻ വയ്യ. ഞാനാണെങ്കിൽ എന്തോ വലിയ തെറ്റൊന്നും അല്ലല്ലോ. കല്യാണം കഴിച്ചിട്ട് അതും മറച്ചു വെച്ച് വേറെ സ്ത്രീയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് നിനക്ക് അത് തെറ്റല്ലേ എൻ്റെ നാട്ടിൽ? ഹസ്ബൻഡ് മരിച്ച സമയത്ത് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ടൊക്കെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എന്നെ മോനെ നോക്കിക്കോളാം. ലവ് മാരേജാ? ലവ് മാരേജ് ആയിട്ട് ഇതൊരു പെൺകുട്ടികൾ എത്ര ആളാണ് കല്യാണം കഴിഞ്ഞിട്ടല്ലേ? 5 മാസം. 5 മാസം. ഞാനിപ്പോൾ ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യും അത് പറ. ഞാൻ കുട്ടൻ്റെ അവിടെ വന്ന് താമസിക്കട്ടെ, അല്ലെ കുട്ട ഇവിടെ താമസിക്കേ? ഇപ്പം കല്യാണം കഴിഞ്ഞ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ല. ഞാൻ ഇവിടെ നോക്കിക്കോളാം. വിട്ടു ഇതിപ്പോൾ ഇവരെല്ലാം പിടിച്ചെത്തിക്കുക. ഞാനാണെങ്കിൽ ഇവിടെ കെട്ടണോ ഞാൻ ചെയ്യും. ഇതാരും അറിയത്തില്ല, നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതിയെന്ന്. എന്തിനാ നോട്ടമ്മ പുറത്തേയും കൂടി വിട്ടോ ആക്കിക്കോ. നീ വിഷമിക്കുക. എന്നെ മാം വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. ഇതിപ്പോൾ ഇവിടെ പിടിച്ച് കെട്ടിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എന്താണ് ഇപ്പം നിങ്ങളുടെ കാര്യം പറയും. എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ലോ അവരിവിടെ കയറി പുറക്കാൻ തുടങ്ങിയത്. കുട്ട എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ കൂടെ ജീവിച്ചോളാന്ന്. ഒരു കാര്യം ചെയ്ത് സംസാരി. അവൻ്റെ ഭാര്യ എന്നല്ലേ പറഞ്ഞ ഒരാൾ വന്നിരിക്കണേ. സംസാരി നീ. ഞാൻ എന്ത് വേണമെന്ന് പറ. എത്ര വർഷമായി? 2 വർഷത്തിൽ കൂടുതലായി. 8-9 വർഷമായിട്ട് പരിചയമുണ്ട് ചേട്ടനുമായിട്ട്. അങ്ങനെയാണ് പൈസയൊക്കെ ചേട്ടൻ കൊടുക്കുന്നത്, ഇത്രയും എമൗണ്ടൊക്കെ കൊടുത്തത്. സ്ഥിരം വീട്ടിലൊക്കെ വരികയൊക്കെ ചെയ്യുമായിരുന്നു. ചേട്ടൻ ചാവാൻ നോക്കിയിരിക്കുന്നു. രാധികേ, എന്താ പ്രശ്നം? പറയടോ. നിന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാ? ജീവിക്കാന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെ പറയുന്നു. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ഇവള് എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയാറുണ്ട്. ഞാൻ രാത്രി ഇയാളെ ഇവിടെ കണ്ടിട്ടുമുണ്ട് ഇല്ലേ, 10 മണിക്കും 11 മണിക്കൊക്കെ. അപ്പോഴൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇവൾ എന്നോട് പറഞ്ഞത്. എന്ത് വേണം കുട്ട പറ. എന്തോന്ന് വെച്ചാൽ അതിന് ഞാൻ നടപടി ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? അത് രണ്ടുപേരെയും നോക്കുവോ? അത് അവളെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒഴിവാക്കാം. അല്ല എന്ത് ചെയ്യാൻ? എത്ര നാളായെന്നാണ് പറയണ? കുഞ്ഞുങ്ങളൊന്നും ഇല്ല, 4-5 മാസമേ ആയുള്ളൂ. ഇല്ലല്ലോ, അപ്പൊ അത് കുഴപ്പമില്ലല്ലോ. അത് വീട്ടുകാരടുത്ത് പറയാന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ലോ. അതൊന്നും അങ്ങനല്ലാത്ത കൊച്ചുവന്റെ ആണോ? ഈ ബുള്ളറ്റ് വെക്കണ പൈസ അതെങ്കിലും കുറച്ചെങ്കിലും കൊച്ചിൽ കിടക്കട്ടെ. ഇതൊക്കെ രണ്ടാമത്തെ മനസ്സിലായിട്ട് കാണാൻ പറ്റുമോ? ചേച്ചി അവർ സംസാരിച്ചിട്ട് ചേച്ചി ഒരു കാര്യം വേണം. പറ്റിപ്പോയാണോ? എന്തു ചെയ്യാനാ? ഞാനിപ്പോൾ ഇവിടെ നോക്കാതിരിക്കും. ഈ പറ്റതില്ല. ആ ഒരവസ്ഥ എനിക്ക്. ഞാൻ അവളാണെ ബാക്കി കടം തീർക്കാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും പറയാനോ? ചോദിക്കുന്ന കാര്യത്തിൽ നീ മറുപടി പറയാതെ. ഇത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി സംസാരിക്കുന്ന നീ അമ്മയൊന്ന് വിളിക്കും. എന്നെ വിട്ടുകളയല്ലോ കേട്ടോ. നിന്നെ കാളത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടാണോ ഇത്രയൊക്കെ ചെയ്ത്? നീ വരുന്നതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ? നമുക്കെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പോവാം. നീ ഒന്ന് നിന്റെ തീരുമാനം എന്തോന്ന് വെച്ചാൽ പറ. എനിക്കൊന്നും പറയാം. വീട്ടിൽ നിന്ന് ആളൊക്കെ ഒന്നീ അവൻ്റെ മാലടപ്പുണ്ട്, അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ മാലടപ്പുണ്ട്, വള കമ്മലെല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം ഊരി വാങ്ങി ആ എമൗണ്ട് ഇവിടെ ഏൽപ്പിച്ചിട്ട് നീ ഒന്ന് പോകും. അല്ലെങ്കിൽ ഒറ്റ എണ്ണം ഇവിടെ പോകില്ല. ചേച്ചി ഇത് ഈ മാല ഊരി വാങ്ങിക്കങ്ങളല്ലെങ്കിൽ എന്റെ ഇതായിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ ഉടനെ തരണോന്ന് വെച്ചാണോ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾ എന്തോ പറയുന്നത്? അതൊരു താലിമാലയല്ലേ ഇത്? അത് സംസാരിക്കട്ടെ, പ്രശ്നമാക്കല്ലേ? ഇത് ഊരി വാങ്ങിച്ച് തന്നേ പറ്റൂല. മാല ഊരി, താലിമാല ഊരി ഇയാള് മാറിയിക്കാൻ പറ്റൂല. ഭർത്താവ് കാണിച്ച തെണ്ടിത്തരൊക്കെ കണ്ടില്ലേ ഇയാള്? നീ അവന്റെ മക്കിട്ട് കയറി, നീ ആരാ എന്റെ മക്കിട്ട് കയറാനാ? അവൻ തരാനുള്ള പൈസ ചോദിക്കണം. ഭാര്യ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ കൊടുത്തത് ഈ പൈസ? ആണോ? അതൊന്നും ഞാൻ ചോദിച്ചാ
ചോദിച്ചോ? അന്ന് നീ ഉണ്ടായിരുന്നോ? മേടിച്ചോ? ഞാനില്ലായിരുന്നല്ലോ. എന്നോട് പറയേണ്ട ഇപ്പൊ ആവശ്യം നീ ഭാര്യ എന്ന് പറഞ്ഞ് പിന്നെ എന്നോട് ഇവിടെ പറയേണ്ട എന്തിനാ ആവശ്യം എന്താ? നീ ഇപ്പൊ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ പിന്നെ നീ എന്തിനാ വന്നേ? കൊണ്ടുപോക്കോ, നീ കൊണ്ടുപോക്കോ. ഓ ഞാൻ കൊണ്ടുപോകാൻ എന്നാ? ഞാൻ കൊണ്ടുപോകാൻ പോവാ എന്നാ? നിനക്കപ്പോ വേണ്ടല്ലേ? വേണ്ട, കൊണ്ടുപോക്കോ. നിനക്ക് വേണ്ടല്ലേ? കണ്ട എന്താ അഹങ്കാരം കാശും കൊടുത്ത് കെട്ടിയാനേ കൊന്നേച്ച് കണ്ടോന്റെ പിന്നെ അല്ല ആ, സൗകര്യം നീ എന്തോന്ന് പറഞ്ഞിട്ട് പോണത്? താൻ എന്തോന്നാണ് പറഞ്ഞിട്ട് പോണത്? മാല കൊടുത്തതിന് പോയി നിങ്ങൾ അവിടെ പോയി എന്റെ മാല നിങ്ങൾക്ക് ഒരു തരേണ്ട ആവശ്യം എന്തുവാ? പിന്നെ നിന്റെ നിങ്ങളെ കെട്ടിയോടെ വാങ്ങിച്ചത് പൈസ ഇത് ആള് കെട്ടിയ താലിയല്ലേ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്തുവാ? എനിക്കറിയണം. ഇനി ഇത് എന്റെ കഴുത്തിലാണ് കിടക്കേണ്ടത്. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ താല്പര്യം. നിങ്ങൾ പോലീസിനെ വിളിച്ചറിയിക്കണം. ഓ പോലീസിനെ വിളിക്കുന്നതിന് മുന്നേ ബാക്കി ഞങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ ഞങ്ങൾക്ക് തീരുമാനം അഭിമാനമുള്ള എടുക്കണം. കുടുംബത്തിൽ ഉള്ളതാണ് മനസ്സിലായി. അഭിമാനമുള്ള കുടുംബത്തിൽ ഉള്ളതാണ് മനസ്സിലായി അല്ലാതെ ഇവനെ പോലെ കച്ചട ഇറങ്ങിയെന്ന് ഉറപ്പടെ മനസ്സിലായി നിങ്ങളുടെ അഭിമാനം. തരാനുള്ള തന്നിട്ട് പോടോ, പൈസ അല്ലേ ചോദിച്ചോളൂ. ബുള്ളറ്റിനടുത്ത് സ്വർണ്ണം എടാ അത് ഒരു വാരി സ്ത്രീകളായതുകൊണ്ടാണ് ബുള്ളറ്റ് നിങ്ങൾ അച്ഛന്റെ പേരുള്ള വണ്ടി. നിങ്ങൾ അയ്യോ അത് നിങ്ങൾ ആരെ വില വയ്ക്കും ഞങ്ങളുടെ നിങ്ങൾ ആ ഇത് എന്താ ഞാൻ ആവശ്യമില്ലാതെ വിറ്റിരിക്കും തിന്ന് മലമറിച്ചല്ലടാ നീ തിന്ന് മലമറിച്ചല്ല ആ ഫോണെ വാങ്ങിച്ചോ ആ ഫോണെ വാങ്ങിച്ചു ഓരോരുത്തരെ വിളിക്കാൻ ആരും വിളിക്കേണ്ട കാര്യമില്ല ഫോൺ അതാരാ വിളിക്കില്ല ഫോണ്? നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ച് ഗുണ്ടായിസ കാണിക്കുന്നത്. ആരെ? ഞാനല്ല. എന്നെ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തതാ ഇവിടെ. ആര് വിളിച്ചു വരുത്തി ഞാൻ വിളിച്ചു വരുത്തി നീയല്ലേ എന്നെ വിളിച്ചത്? ഞാൻ വിളിച്ചു വരുത്തി എന്റെ സൗകര്യ കാര്യത്തിന് വിളിച്ചു വരുത്തി ഭർത്താവിന്റെ കാര്യം പിന്നെ ചിന്തിക്കാം. ഈ മരങ്ങോടന്റെ കാര്യം ഇയാളെ സമാധാനമില്ല ഒരു കാര്യത്തിന് ഇങ്ങനെ വന്നപ്പോ എന്തോന്ന് സമാധാനം? അറിയില്ലടി. മാറിയിക്കാൻ പറ്റൂല. എന്തിന് ആ വള ഊരിക്കൂടി ചേച്ചി ഇത് വള ഊരി തോണി. ഒന്ന് help ചെയ്ത് കൊടുക്ക്. ഒന്ന് help ചെയ്ത് അവൻ ഊരി തരും ആ ഇത് ഊരിക്കോ എത്ര ഉണ്ടാ അത് എവിടെ പോണേ ഇവിടുന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാനൊന്നും പറ്റത്തില്ല. അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ടില്ല അങ്ങോട്ടില്ല അങ്ങോട്ട് പോ. ഇത്രയും നേരം ഇങ്ങനെ നിന്നിട്ട് ഇപ്പൊ എന്നെ അല്ലേ ഉപദ്രവിക്കുന്നത്? അങ്ങോട്ട് പോ. ദേഹത്തോടെ ഞാൻ പറഞ്ഞു മാറിയോടാ. താൻ എന്തിനാടോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? താൻ ഇങ്ങോട്ട് വാ. തനിക്കിപ്പോ എന്താണ് പ്രശ്നം? എന്താണ് നിനക്കെന്താ പ്രശ്നം? വീട്ടിൽ ചുമ്മാ ഇരുന്ന് എന്നെ ഇവിടെ വിളിച്ചിട്ട് നിനക്കെന്താ പ്രശ്നം? തന്റെ ഭർത്താവിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? എന്നോട് ചോദിച്ചിട്ടാണ് നീ ഭർത്താവിനെ പിടിച്ച് നാട്ടി വെച്ചതാ? ആണോടി? എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് തന്നെ കല്യാണം കഴിച്ചത് ആണോ? എനിക്കറിയേണ്ട ആവശ്യമില്ല. നീയല്ലേ നേരത്തെ ഇവനുമായിട്ട് ബന്ധമാണ്. അപ്പൊ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. ഇത്രയും നാളായിട്ട് ഭർത്താവ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അറിഞ്ഞില്ലേ? ഭാര്യ അറിഞ്ഞില്ലേ? നീ ചോദിച്ചോ ചോദ്യം അല്ലേ? ആ ചോദ്യം ആ വള അങ്ങ് ഊരിക്കൂടും നിസാര കാര്യം ആ പൈസ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തല ഊരി രക്ഷപ്പെടാൻ നോക്ക് നീ ഊരിയാട് ചാച്ചി ഊരി കഴിച്ചു അവര് ഊരി തരണ്ടേ? അവര് ഊരി എല്ലാവരും വരട്ടെ. എല്ലാവരും അയ്യോ ഇല്ല അത് നടക്കില്ല എങ്കിൽ പിന്നെ എന്നെ മരിച്ചു ആളികളെ വിളിക്കാൻ പറ്റുമോ ആ പിന്നെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രണ്ടുപേരുടെ കൊന്നാണെന്ന് ചോദിച്ചു നോക്കാം. അതാ മോശം പറയരുത് കേട്ടോ. അതെങ്കിൽ യമനു അതിന് ഉത്തരവാദിയായിരിക്കുമല്ലോ യമനു ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്തോ ഇപ്പൊ ഇവരോടെന്തോ പറയാനാ? കരയാതിരിക്കുന്നേ തൂങ്ങി ചത്തുവിടാ നാണം കേട്ടോ ഇടീ പറയുന്നത് മനസ്സിലാക്കുന്നേ മാലയും ഇതൊക്കെ ഊരി തന്നാ മതി. ദേഹത്തോടെ പിന്നെ ഊരി തരാൻ അങ്ങനെ കയറി പിടിക്കാതെ ഭർത്താവിന്റെ ഒരു ബാധ്യത ഭാര്യ ഏറ്റെടുക്കൂലേ? എന്നെ ഇവിടെ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങൾ എന്തോ വിചാരിച്ചേക്കുന്നത്? എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തിയേക്കാവുന്നോ? എടേ നീ ഈ പൈസ വാങ്ങിച്ചപ്പോ അച്ഛനമ്മയും വിളിച്ചായിരുന്ന നിന്റെ അച്ഛനമ്മയും വിളിച്ചിട്ട് നീ പൈസ കൊടുത്തു എന്നെ വിളിച്ചായിരുന്നു. അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പഴും ഞാനില്ലെന്നങ്ങ് വിചാരിച്ചിട്ട് നീ ഇവനെ കൊണ്ട് അവിടെ വെച്ചപ്പോ ഈ പാവപ്പെട്ട കൊച്ചു അറിഞ്ഞില്ലല്ലോ അങ്ങനെ ഊരി വെച്ചിട്ട് പോയാ മതി. നീ ഊരി വെച്ചിട്ട് അങ്ങ് പോന്നെ നിസ്സാര കാര്യം ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക് എനിക്ക് പേടിയൊന്നുമില്ല. ഇവിടെ ഒന്നും എന്താ ചെയ്യാനാ? അയ്യോ ജീവനും കൊണ്ട് രക്ഷപ്പെടാനാ? കുംഫു കരോട്ട ചൂട് പഠിച്ച ടീമാണ് വാക്കല്ലാതെ വല്ലതും കുത്തി തന്ന പണിയാണത് ഇവിടെ കുറെ നേരമായല്ലോ ഇവിടെ. തരാനുള്ള പൈസ പിന്നെ ആര് തരും? ഇവനോട് മേടിക്കും. ഞാനാ നിന്നോട് പൈസ മേടിച്ചേ. നിനക്കെന്തോ വേണം? ഇവനെ വേണോ? എനിക്ക് വേണ്ട. അവൻ നീയെന്ന് പറഞ്ഞു നിൽക്കുകയല്ലേ? എനിക്ക് വേണ്ട. എനിക്ക് എന്റെ അതെന്താ പൈസ ഇത് വേണ്ട നിങ്ങൾ കൊണ്ട് വേണ്ട ഇതിപ്പോ ഒത്തു തീർപ്പാക്കി തരാം വാ കണ്ട കരണണ്ട നിന്നെ അത്ര മാത്രം ആ കൊച്ചു സ്നേഹിച്ചു നീ അവസാനം ഈ വൃത്തിയുടെ നീ കാണിച്ചല്ലടേ നീ ഈ വൃത്തി കാണിച്ചാൽ കൊച്ചിന് സഹിക്കുന്നില്ല നീ നിന്നെ പൊന്നെ പോലെ നോക്കണം ഈ സഹോദരിയുടെ ആ കരച്ചിൽ കാണുമ്പോൾ എനിക്കറിയാം ഇപ്പൊ എന്ത് ചെയ്യണം ഈ നേരെ കൗമുദി ടി വിയിൽ കൊണ്ടു കൊടുക്കട്ടാ കൗമുദി ടി വിയിൽ കൊണ്ടു കൊടുക്കട്ടെ ഈ സ്വർണവും 8 ലക്ഷവും കൗമുദി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അപ്പോ അപ്പോ അയ്യോ അയ്യോ ഇവിടെ ഇറങ്ങണേ വാ 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 പ്രദീപ്ജി നിന്നെ കളഞ്ഞിട്ട് അങ്ങനെ എവിടെയും പോടാ
എൻ്റെ ജീവനാണ്, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം, എങ്ങനെയും കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.